നമസ്കാരം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, പകരം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ ആഹ്വാനം ഇന്നും ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ ആവേശം നിറയ്ക്കുന്ന ഒന്നാണ്. അഹിംസാത്മകമായ സമരമുറകളെക്കാൾ ഉപരിയായി സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ബംഗാളിലെ കട്ടക്കിൽ ജനിച്ച സുഭാഷ് ചന്ദ്രബോസ് ICS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടും ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുവാൻ വിസമ്മതിച്ചു. ഭാരതത്തിൻ്റെ മോചനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായ അദ്ദേഹം 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ മഹാത്മാഗാന്ധിയുമായുള്ള ആശയപരമായ ഭിന്നതകളെ തുടർന്ന് അദ്ദേഹം ആ പദവി രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ ശത്രു രാജ്യങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയെ മോചിപ്പിക്കുവാൻ അദ്ദേഹം നടത്തിയ സാഹസിക യാത്രകൾ ലോക ചരിത്രത്തിലെ തന്നെ വിസ്മയമാണ്. ജർമ്മനിയിലും പിന്നീട് ജപ്പാനിലും എത്തിയ അദ്ദേഹം അവിടെയുള്ള യുദ്ധത്തടവുകാരെയും പ്രവാസികളെയും സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സൈന്യം കെട്ടിപ്പടുത്തു. സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രൂപീകരിച്ച ഝാൻസി റാണി റെജിമെന്റ് അക്കാലത്ത് തികച്ചും വിപ്ലവകരമായ ഒരു നീക്കമായിരുന്നു. സിംഗപ്പൂരിൽ വെച്ച് ആസാദ് ഹിന്ദ് എന്ന പേരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭാരതത്തിന് സ്വന്തമായി ഒരു സൈന്യവും ബാങ്കും കറൻസിയും എല്ലാം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ജയ് ഹിന്ദ് എന്ന അഭിവാദ്യവും ചലോ ദില്ലി എന്ന മുദ്രാവാക്യവും ഭാരതീയരുടെ ഹൃദയമിടിപ്പായി മാറി. ആസാദ് ഹിന്ദ് ഫൗജിന്റെ മുന്നേറ്റം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. നേതാജിയുടെ തിരോധാനം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഭാരതീയരിൽ വളർത്തിയെടുത്ത ദേശീയ ബോധവും ആത്മവിശ്വാസവുമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേഗത കൂട്ടിയത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഭാരതീയരെ ഒന്നിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സൈനികൻ എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ നേതാജിയുടെ സ്ഥാനം മറ്റാർക്കും പകരം വയ്ക്കാനാകാത്ത വിധം ഔന്നത്യത്തിലാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ വീരത്തിന്റെ പര്യായമായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ജപ്പാനിൽ നിന്നും തിരികെ മാതൃരാജ്യത്ത് എത്തിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. നേതാജിയുടെ പ്രപൗത്രനായ ചന്ദ്രകുമാർ ബോസ് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചതോടെയാണ് ഈ ചർച്ചകൾക്ക് പുതിയ ജീവൻ ലഭിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നേതാജിയുടെ കുടുംബവും ഇന്ത്യൻ നാഷണൽ ആർമി സേനാനികളും ഉന്നയിക്കുന്ന ഈ ആവശ്യം ഭാരതീയരുടെ വൈകാരികമായ ഒരു അഭിലാഷം കൂടിയാണ്. ടോക്കിയോയിലെ റോങ്കോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നേതാജിയുടെ ചിതാഭസ്മം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവാകുമെന്ന് കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. നേതാജിയുടെ മകൾ പ്രൊഫസർ അനിത ബോസ് ഹാഫ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഏറെക്കാലമായി ഈ ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ജനിച്ച മണ്ണിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഉണ്ടാകണമെന്നത് INA ഭടന്മാരുടെ വലിയ ആഗ്രഹമായിരുന്നു. ഇത് കേവലം ഒരു കുടുംബത്തിന്റെ ആവശ്യമല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു മഹാവിപ്ലവകാരിയോട് രാജ്യം കാട്ടേണ്ട കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായങ്ങളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി ദില്ലിയിൽ ഒരു INA സ്മാരകം സ്ഥാപിക്കുവാനുള്ള പദ്ധതികളെക്കുറിച്ചും ഡിസംബർ 24 രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നേതാജി മുഴക്കിയ ചലോ ദില്ലി എന്ന വിഖ്യാതമായ ആഹ്വാനത്തിന്റെ സ്മരണ പുതുക്കുവാൻ അത്തരമൊരു സ്മാരകം അത്യന്താപേക്ഷിതമാണ്. INA ഭടന്മാർ സഹിച്ച ത്യാഗങ്ങളും അവർ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടങ്ങളും വരും തലമുറയുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുവാൻ ഇത്തരം സ്മാരകങ്ങൾ സഹായിക്കും. നേതാജിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഭാരത മണ്ണിൽ എത്തിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഇന്ത്യയുടെ മണ്ണിൽ എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെടുമെന്നും കുടുംബം വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ബോസ് കുടുംബം. നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും റോങ്കോജി ക്ഷേത്രത്തിലുള്ളത് അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അവ മാതൃരാജ്യത്ത് എത്തിക്കുക എന്നത് വൈകാരികമായ ഒരു ലക്ഷ്യമാണ്. ഇത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നത് ഭാരതത്തിന്റെ ദേശീയ ബോധത്തെ ഉണർത്തുന്ന ഒന്നായിരിക്കും. ഭാരതത്തിന്റെ വീരപുത്രനെ സ്വന്തം മണ്ണിൽ സ്വീകരിക്കുന്നതിലൂടെ
ചരിത്രത്തോട് നീതി പുലർത്തുവാൻ സാധിക്കുമെന്നും വരും തലമുറകൾക്ക് അത് വലിയൊരു പ്രചോദനമാകുമെന്നും ചന്ദ്രകുമാർ ബോസ് തന്റെ കത്തിലൂടെ അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.